ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 ഡിസംബർ 1 മുതൽ 31 തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലം ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 1200 വൃശ്ചികം 16 മുതൽ ധനു 16 അവസാനിക്കുന്ന ഒരു മാസക്കാലം ആദിത്യൻ വൃശ്ചികം ധനു രാശികളിലായി അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. ഡിസംബർ 1 തീയതി ചന്ദ്രൻ അനിഴം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ഡിസംബർ 31 തീയതി പൂരാടം നക്ഷത്രത്തിൽ എത്തുന്നു. വ്യാഴം ഇടവത്തിൽ രോഹിണി നക്ഷത്രത്തിലും ചൊവ്വ കർക്കിടകത്തിൽ പൂയത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ബുധൻ വൃശ്ചികൻ രാശിയിൽ തൃക്കേട്ട നക്ഷത്രത്തിലും ശുക്രൻ മകരം, കുംഭം രാശികളിലും ശനി കുംഭത്തിൽ ചതയം, പൂരൂരുട്ടാതി നക്ഷത്രങ്ങളിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ 2024 ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വ്യക്തിപരവും തൊഴിൽപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. സാമ്പത്തികമായി കാലം ഏറെ അനുകൂലമാണ്. ധനവരവിൽ മെച്ചമുണ്ടാകും. പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ സ്വസ്ഥത അല്പം കുറയുന്നതായി തോന്നും. ഗ്രഹത്തിൽ പരസ്പരൈക്യം കുറയുന്നതിനുള്ള സാഹചര്യം രൂപപ്പെടും. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലത കുറയും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും താൽപ്പര്യവും അനിവാര്യമാണ്. ഭൂമി അധീനതയിൽ വന്നുചേരും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. ക്ഷേത്ര ജീവനക്കാർക്ക് അനുകൂല സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. തലവേദനയോ നേത്രരോഗമോ അലട്ടിയേക്കാം. വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കുവാൻ സാധിക്കും. ഉപരിപഠനത്തെക്കുറിച്ചുള്ള അവ്യക്തത നീങ്ങും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഖഭോഗങ്ങളും ഭാഗ്യാനുഭവങ്ങളും പുഷ്ടിപ്പെടും. ചിട്ടി, ലോട്ടറി, നറുക്കെടുപ്പുകളിലൂടെ ധനാഗമം ഉണ്ടാകും. പൂർവിക സ്വത്തുക്കളിൽ നിന്നും ആദായം ലഭിക്കും. വസ്തുവകകൾ ക്രയവിക്രയം നടത്തും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ദാമ്പത്യസുഖവും കുടുംബസുഖവും ഉണ്ടാകും. ശത്രുതയുള്ള ബന്ധുക്കളുമായി രമ്യതയിലാകും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഗവേഷകർക്ക് പ്രബന്ധരചനയിൽ പുരോഗതി ഉണ്ടാകും. ഗായകരും ഗാനരചയിതാക്കളും ബഹുമതി ആർജിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പണം ചെലവഴിക്കും. ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗികമായി ചില തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മേലധികാരികൾ പ്രതികൂലമായ റിപ്പോർട്ടുകൾ നൽകിയേക്കും. 4-ാം ഭാവത്തിൽ ചൊവ്വ നീചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഗാർഹിക സുഖം കുറയും. വാഹനം ഉപയോഗിക്കുന്നതിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് പലതരം സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും. ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടി വരും. രാഷ്ട്രീയ പ്രവർത്തകർ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാകും. കലാപരമായിട്ടുള്ള പരിശീലനത്തിനും പ്രകടനത്തിനും അവസരം ലഭിക്കും. ഭൂമിയുടെ ക്രയവിക്രയം സാധ്യമാകും. ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. കൂട്ടുകച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകും. ബിസിനസ്സിൽ വിപുലീകരണം സാധ്യമാകും. സുഖഭോഗങ്ങൾക്കായി ധനം ചെലവഴിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും. ഏത് കാര്യവും നൈപുണ്യത്തോടെ നിർവഹിക്കും. മറ്റുള്ളവരുടെ ചിലവിൽ പല സുഖസൗകര്യങ്ങളും അനുഭവയോഗ്യമാകും. മനക്ലേശത്തിന് സാധ്യതയുണ്ട്.
ചില സുഹൃത്ത് ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കടബാധ്യതയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടാനായേക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ഉദ്യോഗസ്ഥർക്ക് കാത്തിരിക്കുന്ന സ്ഥലം മാറ്റ ഉത്തരവ് നീണ്ടുപോയേക്കും. കൂട്ടുകച്ചവടത്തിൽ മടിയോ ഉന്മേഷക്കുറവോ അനുഭവപ്പെടും. വ്യാപാരം മന്ദഗതിയിൽ ആയാലും നഷ്ടം സംഭവിക്കില്ല. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അലസത പ്രകടമാകും. കോടതി വ്യവഹാരങ്ങളിൽ അന്തിമ വിജയം കൈവരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യത്തിന് അനുരഞ്ജനം അനിവാര്യമായി വരും. സഹോദര ഗുണമുള്ള കാലമാണ്. പല നിലയ്ക്കും പ്രയോജനകരമാകും. സഹായിക്കാനും പിന്തുണയ്ക്കാനും ബന്ധുമിത്രാദികൾ മുന്നോട്ട് വരുന്നതാണ്. പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ശരിയായ ആലോചന വേണം. പ്രണയികൾക്ക് പല തടസ്സങ്ങളും നേരിടേണ്ടി വരും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം തൊഴിൽ മേഖലയിൽ ഉന്നതി കുറയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച പദവികൾക്ക് കാത്തിരിക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് മത്സരം ഒഴിവാകും. സർക്കാരിൽ നിന്നോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ കരാറുകൾ ലഭിച്ചേക്കും. സർക്കാരിൽ നിന്നോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ കരാറുകൾ ലഭിച്ചേക്കും. സമ്മർദ്ദം കുറയും, ആശ്വാസം അനുഭവപ്പെടുകയും ചെയ്യും. പഴയ സുഹൃത്തുക്കളെ കാണുവാനുള്ള അവസരം സംജാതമാകും. തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. വരുമാനത്തിലുപരി ചെലവ് വർദ്ധിക്കും. പുതിയ വീട് നിർമ്മിക്കുവാനുള്ള ശ്രമം തുടങ്ങും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുവാൻ സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻപ് പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ സ്ഥാനമാനങ്ങൾ ഇപ്പോൾ ലഭിച്ചേക്കും. വ്യാപാര രംഗം ഉന്മേഷഭരിതമാകും. ഉപഭോക്താക്കളുടെ പ്രീതി ആർജിക്കുവാൻ കഴിയും. പൊതുപ്രവർത്തകർക്ക് ആദരവ് ഉയരുന്നതാണ്. സംഭാഷണത്തിൽ ശ്രദ്ധ വേണം. പരുഷവാക്കുകൾ പറയാൻ ഇടവരും. കാര്യാലോചനകളിൽ ശോഭിക്കും. ബുദ്ധിപരമായി തീരുമാനങ്ങൾ കൈക്കൊള്ളും. ക്ഷേത്രകാര്യങ്ങൾ, സന്താനങ്ങളുടെ പഠനം, ജീവകാരുണ്യം മുതലായ വിഷയങ്ങളിൽ ചെലവ് വർദ്ധിക്കും. ദാമ്പത്യത്തിൽ ഇണക്കവും പിണക്കവും മാറിയും മറിഞ്ഞും ആവർത്തിക്കും. വസ്തു, വീട് ഇവ സംബന്ധിച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പരുക്കൻ സംഭാഷണത്തിലൂടെ ഉറ്റവരെ പോലും ശത്രുക്കളാക്കും. അധ്യാപകർക്ക് സ്ഥലമാറ്റം ഉണ്ടാകും. യാത്രാക്ലേശം അനുഭവപ്പെടും. കർമ്മരംഗത്ത് അപവാദങ്ങൾ കേൾക്കാൻ ഇടവരും. വളർത്തുമൃഗങ്ങൾക്ക് നാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ മികവ് പുലർത്തുവാൻ കഴിയും. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാനാകും. ജോലിയിൽ സ്ഥിരതയുണ്ടാകും. കുടുംബത്തിൻ്റെ പുരോഗതിക്കായി കൂടുതൽ സമയം ജോലി ചെയ്യും. കൂടാതെ ഉപതൊഴിലുകളിൽ ഏർപ്പെടുവാനും സാധ്യതയുണ്ട്. കരാറ് പണികളിൽ ലാഭം ലഭിച്ചു തുടങ്ങും. കുടുംബജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കാൻ അനുരഞ്ജനം അനിവാര്യമായി വരും. ചാരിതാർത്ഥ്യം അനുഭവപ്പെടുന്ന കാര്യങ്ങൾക്കായി പണച്ചെലവ് ഉണ്ടാകും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും. അധ്യാപകർക്കും നിയമമേഖലയിലുള്ളവർക്കും കാലം അനുകൂലമാണ്. പ്രണയികൾക്ക് തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് ആലസ്യത്തിൽ നിന്നും രക്ഷകിട്ടും. പുതിയ കോഴ്സുകൾക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവിധ നേട്ടങ്ങളും വന്നുചേരും. സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. ഓഹരി വിപണിയിലും ചീട്ടുകളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. സദസ്സുകളിലും ചർച്ചകളിലും അംഗീകാരം ലഭിക്കും. അനുയായികൾ ആജ്ഞാനുവർത്തികളാകും. നിഷ്പ്രയോജനമായ ചിന്തകൾ വർദ്ധിക്കും. അനാവശ്യമായ പ്രയത്നങ്ങൾ ഉണ്ടായേക്കും. ഔദ്യോഗിക യാത്രകൾ സഫലമാകണമെന്നില്ല. പൂയം നക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ വികാര വിക്ഷോഭം ഉണ്ടാകും. ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞേക്കില്ല. ദുഷ്പ്രേരണകൾ ഉണ്ടാകും. ഗാർഹിക ജീവിതത്തിൽ സംതൃപ്തി കുറയും. ആത്മീയ കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കും. ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ പ്രവർത്തനം മൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആശുപത്രി വാസത്തിനും യോഗമുണ്ട്.
വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ഉണ്ടാകും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. ഏജൻസി പ്രവർത്തനം ഡീലർഷിപ്പ് മേഖലയിൽ ലാഭകരമാകും. സാമ്പത്തിക രംഗം ക്ലേശരഹിതമാകും. നയിക്കുന്നത് വൈകാരിക ഭാവം ആയിരിക്കും. ക്ഷോഭം നിയന്ത്രിക്കാൻ പാടുപെടും. കലാപ്രവർത്തന രംഗം ആശാവഹമായിരിക്കില്ല. പുതിയ വീട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. സർക്കാർ വക കരാർ ജോലി ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും. സൽക്കാരങ്ങളിലും വിരുന്നുകളിലും പങ്കെടുക്കും. ജീവിതശൈലി രോഗങ്ങൾക്ക് മുൻകരുതൽ വേണം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായ ഉണർവും മാന്യതയും ലഭിക്കുന്നതാണ്. സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും ലഭിക്കും. സുഹൃത്തുക്കളുമായി ചേർന്ന് കൂട്ടു ബിസിനസ് തുടങ്ങുന്നതിനെപ്പറ്റി ആലോചന ഉണ്ടാകും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ കഴിയും. തൊഴിൽ അന്വേഷകർക്ക് വരുമാന മാർഗം തുറന്നു കിട്ടും. എഴുത്തുകാർക്ക് അനുകൂല സമയമാണ്. രചനകൾ സഹൃദയ പ്രശംസ നേടുന്നതായിരിക്കും. അനിവാര്യമായ ചില യാത്രകൾ മൂലം ശരീരക്ലേശത്തിന് സാധ്യതയുണ്ട്. കിട്ടാക്കടങ്ങൾ കുറേയൊക്കെ മടക്കി ലഭിക്കും. സ്വയം തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. വീടിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാകും. അകാരണമായി മനസ്സ് വ്യാകുലപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബന്ധങ്ങൾ നിലനിർത്തുന്നതിലും പോഷിപ്പിക്കുന്നതിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. യുക്തിപൂർവം ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യും. ന്യായമായ ആവശ്യങ്ങൾ ഒരുവിധം ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും. സാമ്പത്തികം മെച്ചപ്പെടും എങ്കിലും ഇടപാടുകളിൽ കരുതൽ വേണം. കടബാധ്യതകൾ കുറേയൊക്കെ പരിഹരിക്കുവാൻ കഴിയും. 12ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ദുർവ്യയങ്ങൾക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക കാര്യങ്ങൾക്കായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും. പ്രയത്നങ്ങൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കണം എന്നില്ല. ചെറിയ തോതിൽ ചികിത്സാ ചെലവുകളും ഉണ്ടായേക്കാം. പൊതുപ്രവർത്തന രംഗം വെല്ലുവിളികൾ നിറഞ്ഞതാകും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിക്കൂറുകാർക്ക് അനുകൂലതകൾ നിറഞ്ഞ മാസമാണ്. ചിങ്ങക്കൂറുകാർക്ക് തൊഴിലിൽ ശുഷ്കാന്തിയോടെ മുഴുകേണ്ട സാഹചര്യമാണ് ഉള്ളത്. അശ്രദ്ധയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുതിയ സംരംഭങ്ങൾ സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചേക്കും. കരാറുകളിൽ ഏർപ്പെടുന്നത് ശ്രദ്ധയോടെ വേണം. കാര്യസാധ്യത്തിന് അലച്ചിൽ ഉണ്ടാകും. ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. കന്നിക്കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുവാനാകും. ഗാർഹികമായി സമാധാനം പുലരും. പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. കേതു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള വ്യഗ്രത ഉണ്ടാകും. പ്രണയികൾക്ക് വീട്ടുകാരുടെ എതിർപ്പ് നേരിടേണ്ടി വരും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് ഗുണകരമായ മാറ്റം പ്രതിഫലിക്കും. കേതു ജന്മനക്ഷത്രത്തിൽ നിന്നും മാറിയതിനാൽ പ്രയോജനമുള്ള ഫലങ്ങൾ സൃഷ്ടിക്കും. മനസ്സ് ഏകാഗ്രമാകും. പഠനത്തിലും ഗവേഷണത്തിലും മുഴുകുന്നതിന് സാഹചര്യം അനുകൂലമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. ക്രയവിക്രയങ്ങൾ സാധ്യമാകും. ഒരു നവോന്മേഷം എല്ലാ രംഗത്തും ദൃശ്യമാകും. ദൗത്യങ്ങളെ ഏകോപിപ്പിക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മോശമാവില്ല. വരുമാന സ്രോതസ്സുകൾ പുഷ്ടിപ്പെടുന്നതാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. കർമ്മരംഗത്ത് എതിർപ്പുകളെ നേരിടുവാനും ആധിപത്യം സ്ഥാപിക്കുവാനും കഴിയും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചൊവ്വ നീചരാശിയിൽ തുടരുന്നതിനാൽ ആത്മസംഘർഷങ്ങൾ ഉണ്ടാകാം. പ്രതീക്ഷിച്ച നേട്ടം കയ്യെത്തും ദൂരത്ത് നഷ്ടമാകും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയാതെ വരും. ഭൂമി സംബന്ധിച്ചുള്ള വ്യവഹാരം നീണ്ടുപോകും. കന്നിക്കൂറുകാരായ ചിത്തിര നാളുകാർക്ക് ചില നേട്ടങ്ങൾ കരഗതമാകും.
പുതിയ തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ്. സാമ്പത്തിക ഞെരുക്കത്തിന് അയവുണ്ടാകും. മേലധികാരികളുടെ അനുകൂല സമീപനം ആശ്വാസം പകരും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ഏകാഗ്രത വന്നു ചേരുന്നതാണ്. തുലാക്കൂറുകാർക്ക് ദുരാരോപണങ്ങളെ നേരിടേണ്ടി വരും. കരുതിയതിലും ചെലവ് വന്നേക്കും. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരവും സാമ്പത്തികവും വർദ്ധിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പരാജയഭീതി ഉണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം പൊതുവെ ഗുണകരമല്ല. രണ്ടാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നതിനാൽ സംസാരത്തിൽ പാണ്ഡിത്യം നിഴലിക്കും. പല വിഷയങ്ങളിലും താല്പര്യം കൂടും. പ്രധാന തൊഴിലിനോടൊപ്പം ഉപതൊഴിലിലും ഏർപ്പെടും. സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയം സംഭവിക്കാനിടയുണ്ട്. നിലപാടുകൾ വലിയ തോതിൽ വിമർശന വിധേയമാകും. സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ ലഭിക്കും. പൊതുവെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. വരവിൽ കുറവുണ്ടാകില്ല. എങ്കിലും ചെലവിൽ നിയന്ത്രണം പാലിക്കണം. ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ ആവർത്തിച്ച് ശ്രമിക്കേണ്ടി വരും. ആത്മീയ സാധനങ്ങൾ സഫലമാകുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് പ്രാരംഭം കുറിക്കും. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങളാവും അനുഭവത്തിൽ വരുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴവും കേതുവും ശുക്രനും അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനസ്സമാധാനവും നേട്ടവും ഉണ്ടാകും. ലക്ഷ്യപ്രാപ്തിക്ക് നിരന്തര പ്രയത്നം അനിവാര്യമായി വന്നേക്കാം. വിശ്വസിക്കുന്നവർ തിരികെ ആ നിലയ്ക്ക് പെരുമാറണമെന്നില്ല. സ്വകാര്യ രഹസ്യങ്ങൾ അടുത്ത സുഹൃത്തുക്കളോട് പോലും പരസ്യപ്പെടുത്തുന്നത് ദോഷമായി തീരും. കരാർ പണികളിൽ നിന്നും പ്രതീക്ഷിച്ച പ്രതിഫലം ലഭിച്ചേക്കില്ല. ഊഹക്കച്ചവടത്തിൽ ജാഗ്രത വേണം. ഓൺലൈൻ ഇടപാടുകളിൽ ശ്രദ്ധ വേണം. കുടുംബത്തിൻ്റെ പിന്തുണ ശക്തമായിരിക്കും. യന്ത്ര സാമഗ്രികൾ കച്ചവടം ചെയ്യുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും. അനാവശ്യമായി ചിന്തിച്ച് മനസ്സ് വ്യാകുലപ്പെടും. രോഗമുള്ളവർക്ക് അക്കാര്യത്തിൽ പ്രത്യേകം കരുതൽ വേണം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണകരമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് അനുഭവപ്പെട്ട ആശയക്കുഴപ്പം അവസാനിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സാഹചര്യം ഒത്തുവരുന്നതാണ്. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും പിൻവാങ്ങും. ന്യായമായ വരുമാനം വന്നുചേരും. ചെലവ് നിയന്ത്രിക്കുവാൻ കഴിയുന്നതാണ്. പഴയ വാഹനം മാറി പുതിയത് വാങ്ങും. തടസ്സപ്പെട്ട് കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. കൂട്ടുകച്ചവടത്തിൽ വളർച്ച പ്രകടമായി തുടങ്ങുന്നതാണ്. സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പെരുമാറ്റം ഉദാരമായിരിക്കും. ഷെയർ ബിസിനസ്സിലും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടായേക്കും. വിദേശ വിദ്യാഭ്യാസത്തിനുള്ള പര്യാലോചനകൾക്ക് നല്ല പരിസമാപ്തി വന്നുചേരും. ആഘോഷങ്ങളുടെ നടത്തിപ്പിൽ മുഖ്യ പങ്ക് വഹിക്കും. അലച്ചിലിനും സാധ്യത കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുധൻ്റെയും ആദിത്യൻ്റെയും സഞ്ചാരം അത്ര ഗുണകരമല്ല. ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാക്കുവാൻ പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും. ശരീരക്ലേശത്തിനും സാധ്യതയുണ്ട്. കരുതി വച്ച ധനം മറ്റാവശ്യങ്ങൾക്ക് ചെലവായേക്കും. ഉപരിപഠന കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും. പഴയ വീട് പുതുക്കിപ്പണിയുവാൻ ആരംഭിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. രഹസ്യ ഇടപാടുകൾ വിജയിക്കും. ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രണയികൾക്ക് തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും. ബുദ്ധിപരമായ കാര്യങ്ങളിലും കലാരംഗത്തും ശോഭിക്കുവാൻ കഴിയും. ജോലിക്കായി നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കും. ഉപാസനകൾക്കും സാധനകൾക്കും സമയം നീക്കിവെക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രായോഗികമായി ചില തടസ്സങ്ങൾ നേരിടാം. ചിന്തിച്ചും ശ്രദ്ധിച്ചും വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ. കർമ്മരംഗം സുഖകരമായിരിക്കില്ല. രഹസ്യ ശത്രുക്കൾ ഉള്ളതായി അനുഭവപ്പെടും. അധ്വാന ഫലം വിപുലമായി മാറിയേക്കും. ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചെറുപ്പക്കാർക്ക് പ്രണയാനുഭവങ്ങൾ ഉണ്ടായേക്കും. കുടുംബജീവിതത്തിൽ കുറച്ചൊക്കെ സ്വസ്ഥത വന്നുചേരും. വയോജനങ്ങളെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധയുണ്ടാകും. കടബാധ്യതകൾ ഭാഗികമായെങ്കിലും തീർക്കേണ്ട സാഹചര്യം വരും.
സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ ഉണ്ടാകും. പിതൃസ്വത്ത് ഭാഗം വെച്ച് ലഭിക്കും. ഓൺലൈൻ ബിസിനസ് ലാഭകരമാകും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഗമമായിരുന്ന കാര്യങ്ങൾ അല്പം ദുർഘടമായി മാറിയേക്കും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾക്ക് താമസം നേരിടും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. വസ്തുതർക്കങ്ങൾ ഉടലെടുത്തേക്കാം. വൈകാരികമായ പ്രതികരണങ്ങൾ ദോഷം ചെയ്തേക്കും. വിദ്യാർത്ഥികൾക്ക് പഠനച്ചെലവ് വർദ്ധിക്കും. വിദേശത്ത് പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരുവാൻ കാത്തിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാം. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ഗുണപരമായ മാറ്റം പ്രകടമാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശരാശരി ഫലങ്ങളായിരിക്കും ധനുക്കൂറുകാർക്ക് ലഭിക്കുന്നത്. നേട്ടങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടതായി വരും. അധികാരികളും സഹപ്രവർത്തകരും എതിർപക്ഷത്തായിരിക്കും നിലയുറപ്പിക്കുന്നത്. നിരന്തര പ്രയത്നത്തിലൂടെ വിജയിക്കുവാൻ കഴിഞ്ഞേക്കും. സുഖഭോഗങ്ങൾ ഉണർവും സന്തുഷ്ടിയും നൽകും. മകരക്കൂറുകാർക്ക് വിജയം കുറെ കൂടി എളുപ്പമായിരിക്കും. സഹജവാസനകൾക്ക് ഉത്തേജനം ഉണ്ടാകും. ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും. വൈകിയാലും പല ആഗ്രഹങ്ങളും സഫലമാകും. വലിയ മുതൽ മുടക്കിനു പകരം ചെറു സംരംഭങ്ങൾ ആവും നേട്ടം തരിക. വസ്തുവ്യാപാരത്തിൽ ജാഗ്രത വേണം. അമിതമായ ആത്മവിശ്വാസം ദോഷം ചെയ്യും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം പുഷ്ടി പ്രാപിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര ചുമതലകൾ ലഭിക്കുന്നതാണ്. വിഭിന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ദമ്പതിമാർക്ക് ഒരുമിച്ച് കഴിയത്തക്കവണ്ണം സ്ഥലമാറ്റം ലഭിക്കും. പുതിയ തൊഴിലിനായുള്ള അന്വേഷണം വെറുതെ ആകില്ല. വിദേശത്ത് തൊഴിൽ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് ചില പോംവഴികൾ തെളിയുന്നതാണ്. ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭിച്ചേക്കും. താൽക്കാലികമായ ആശ്വാസവും തൊഴിലിൽ വിപുലീകരണവും സാധ്യമാകും. ആഡംബര ചെലവുകളും വന്നുചേരും. രാശിനാഥനായ ശനി വക്രം തീർന്ന് നേർഗതി വന്നത് ആശ്വാസമുള്ള കാര്യമാണ്. മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾക്ക് പുതുജീവൻ വയ്ക്കും. സുഹൃത്തുക്കളിൽ നിന്നുമുള്ള സഹായ സഹകരണം കുറയാനിടയുണ്ട്. ആരോഗ്യപരമായി ശ്രദ്ധ വേണം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുഭവങ്ങൾ ഗുണപ്രദമായി വരും. ഉദ്യമങ്ങൾക്ക് തടസ്സം ഉണ്ടാകില്ല. പൊതുപ്രവർത്തകർ സമൂഹമധ്യത്തിൽ ആദരണീയരാകും. പിതൃപുത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാകും. കുംഭക്കൂറുകാർക്ക് ഭൗതിക നേട്ടങ്ങൾ വർദ്ധിക്കും. ആഭരണങ്ങളോ വസ്ത്രങ്ങളോ പാരിതോഷികമായി ലഭിക്കും. വിൽപ്പനയിൽ വലിയ ലാഭം ലഭിക്കും. ശത്രുദോഷങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. മകരക്കൂറുകാർക്ക് ആഭരണങ്ങൾക്കോ വസ്ത്രങ്ങൾക്കോ പണം ചെലവഴിക്കും. ദാമ്പത്യത്തിൽ സൂര്യക്കേട് അനുഭവപ്പെടും. ദുരാരോപണങ്ങളെ നേരിടേണ്ടി വരും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും. പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഉള്ളവർക്ക് ശ്രദ്ധ വേണം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മണ്ഡലത്തിൽ കാലോചിതമായ മാറ്റം വരുത്തുവാൻ കഴിയും. സ്വയം മാറാനുള്ള ശ്രമം ഫലിക്കുന്നതാണ്. തടസ്സങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ കഴിയും. എതിരാളികളോട് പ്രത്യക്ഷമായും പരോക്ഷമായും വിയോജിപ്പ് പ്രകടിപ്പിക്കും. ഗാർഹികമായ സ്ഥിതിഗതികൾ മെച്ചപ്പെടും. സുഖഭോഗങ്ങൾക്ക് സാഹചര്യം വന്നെത്തും. വരുമാനം വർദ്ധിക്കും എങ്കിലും ചെലവുകളും അതനുസരിച്ച് വർദ്ധിക്കും. ചെയ്യാത്ത തെറ്റുകൾക്ക് പേരുദോഷം കേൾക്കേണ്ടി വരും. സാങ്കേതിക വിഷയങ്ങളിൽ അറിവ് നേടാൻ വേണ്ട പരിശ്രമം നടത്തും. കച്ചവട രംഗത്തുള്ളവർക്ക് ഉപഭോക്താക്കളുടെ പ്രീതി നേടുവാൻ കഴിയും. സ്ത്രീകൾക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ പിടിപെട്ടേക്കാം. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം നേട്ടങ്ങളും ഉണ്ടാകുന്ന കാലമാണ്. പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടിരുന്ന സന്നിഗ്ധാവസ്ഥ മാറിക്കിട്ടും. കർമ്മങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാകുന്നതാണ്. കർമ്മകുശലത അംഗീകരിക്കപ്പെടും. പുതിയ ബിസിനസ്സിൻ്റെ പ്രാരംഭവശങ്ങളെക്കുറിച്ച് ആലോചിക്കും. ധനാഗമ മാർഗങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. വിൽക്കാതെ കിടക്കുന്ന വസ്തു വിൽപ്പന നടത്തും. രാഷ്ട്രീയ വിരോധികളെ മറുതന്ത്രം പയറ്റി ചെറുക്കാനാകും.
എന്നാൽ ചില സമ്മർദ്ദങ്ങൾക്കും സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. മീനക്കൂറുകാർ ചെറിയ നേട്ടങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കേണ്ടതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമാന്യമായ നേട്ടങ്ങൾ വന്നുചേരും. നക്ഷത്രനാഥനായ ശനി വക്രഗതി മാറി നേർഗതിയിലേക്ക് കടന്നത് ജീവിതത്തിൽ ഗുണഫലങ്ങൾ സൃഷ്ടിച്ചേക്കും. ഉദ്യോഗത്തിലെ തടസ്സങ്ങൾ മാറും. ഉയർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകും. ബിസിനസ്സുകാർക്ക് വ്യാപാരത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. ശാഠ്യശീലത്താൽ ചില തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട്. ചിലരുടെ ശത്രുത സമ്പാദിക്കാൻ ഇടവരും. കടബാധ്യതകൾക്ക് കുറേയൊക്കെ പരിഹാരം കണ്ടെത്തുന്നതാണ്. ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കും. ഉല്ലാസയാത്രകൾക്ക് അവസരം ഉണ്ടാകും. കൂട്ടുകച്ചവടത്തിൽ നഷ്ടം വന്നുചേരാം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനാവശ്യ ചിന്തകൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തും. നിർബന്ധശീലം മൂലം കുടുംബാംഗങ്ങൾ പോലും പിണങ്ങിയെന്ന് വരാം. ആത്മാഭിമാനത്തിൽ അധിക നേരവും ചിന്തയിൽ മുഴുകുന്നതായിരിക്കും. പ്രവൃത്തിയിൽ വേണ്ടത്ര ഉത്സാഹം ഉണ്ടാവുകയില്ല. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നതാണ്. ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ അപ്രീതി നേടും. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമല്ല. വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കലാപ്രവർത്തനത്തിന് തടസ്സങ്ങൾ ഉണ്ടാവില്ല. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. മനപ്രയാസം തെല്ല് കുറയുന്നതാണ്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.